അസ്രായേൽ ഇന്ന് വന്നാൽ ഇപ്പൊ വന്നാൽ ഈ സെക്കൻഡിൽ യാത്ര പോകേണ്ട നമ്മള് എങ്ങനെയാണ് അമ്മായിമാരോട് തെറ്റി നിൽക്കുന്നത്? മരുക്കൾ ചിന്തിക്കണം. അമ്മായിമ്മ എങ്ങനെയാണ് മരുവോട് തെറ്റിക്കുന്നത്? നാത്തൂൻ എങ്ങനെയാണ് ഇങ്ങോട്ട് തെറ്റിക്കുന്നത്? ഒരാൾ തെറ്റിയതിൽ ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെടാൻ കഴിയണം നമുക്ക്. നിങ്ങൾ എത്ര വലിയ കോട്ടമതിൽ ഉണ്ടാക്കിയിട്ട് എത്ര CCTV, എത്ര കപ്പാസിറ്റി ഉള്ളത്, എത്ര HD ഏത് ഭാഗത്ത് വെച്ചിട്ടും കാര്യമില്ല. ഒരൊറ്റ CCTVയിലും പെടാതെ അസ്രായേൽ വന്നിട്ട് റൂഹ് പിടിച്ചു കൊണ്ടുപോകും. കാണാൻ കഴിയില്ല. നിങ്ങൾ പിന്നെ CCTV അസ്രായേൽ ഏത് വഴി വന്നു കാണൂല. അത് ടൈം ആയി കഴിഞ്ഞാൽ അത് അസ്രായേൽ വരും കൊണ്ടുപോകും. അലൈഹിസ്സലാത്തു വസ്സലാം. ഈ സമ്പത്തിന്റെ പേരില്, സ്ഥാനത്തിന്റെ പേരില്, തറവാട് മഹിമയുടെ പേരില് ആരും അഹങ്കരിക്കണ്ട. ഇത് കവറിൽ കൊണ്ടുവച്ചാൽ തീരാനുള്ളതാണ് ഈ ലൈഫൊക്കെ. ഒരു കല്യാണം ഉണ്ടാവുമ്പോ എന്നോട് പറഞ്ഞില്ല, അത് മറന്നതായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഇന്ന് അവിടെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്നോട് ലാസ്റ്റാ പറഞ്ഞില്ലേ, ഈ ലാസ്റ്റാണ് പറഞ്ഞതെന്നൊക്കെ ചിന്ത വരാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ള ചിന്ത കൊണ്ടാണ്. ഈ ഞാൻ എന്നുള്ള ചിന്ത വന്നാൽ തന്നെ വലം യജിദിന റീഹഹ, സ്വർഗത്തിന്റെ സുഗന്ധം പോലും കിട്ടില്ല എന്നാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ അഹങ്കരിക്കുന്ന ഒന്നെങ്കിൽ സമ്പത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ജോലിയുടെ പേരിൽ,